എറണാകുളം പുതുവൈപ്പിൽ 2 പേരെ കടലിൽ കാണാതായി. യമൻ പൗരന്മാരായ ജുബ്രാൻ, അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഈ യമൻ സ്വദേശികൾ എങ്ങനെയാണ് ഈ പുതുവൈപ്പിൽ എത്തിയത്? മറ്റാരെങ്കിലും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നോ? ആര്യ, 9 പേരടങ്ങുന്ന യമൻ വിദ്യാർത്ഥികളാണ്. ഇവർ കോയമ്പത്തൂരിലെ ഒരു കോളേജിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യയിൽ എത്തിയതായിരുന്നു. തുടർന്ന് ഇന്ന് കേരളം കാണാനായിട്ട് ഇന്ന് ഉച്ചയോടെ ഇവർ ഈ പുതുവൈപ്പ് ബീച്ച് ഭാഗത്തോട്ട് വരികയായിരുന്നു. ഞാറക്കൽ വളപ്പിൽ ബീച്ചിലാണ് ഇവർ ഇന്ന് എത്തിയത്. ഒരു 12 മണിയോടെ ഇവർ ഇവിടെ എത്തി. അതിനുശേഷം ഈ കടലിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് 2 പേരെ, സഹോദരങ്ങളായിട്ടുള്ള ജുബ്രാൻ, അബ്ദുൾ സലാം എന്നു പേരുള്ള 2 പേരെ ഇവിടെ കാണാതാവുന്നത്. ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരോട് ഇറങ്ങരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. പക്ഷേ യമൻ സ്വദേശികളായതിനാൽ തന്നെ ഇവർക്ക് ഭാഷയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്കത് മനസ്സിലാവാതെ ഇവർ ഇറങ്ങുകയായിരുന്നു. ഏകദേശം 9 വിദ്യാർത്ഥികളുണ്ട്. 9 പേരും ഈ യമനിൽ നിന്ന് എത്തിയ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യയിൽ എത്തിയ വിദ്യാർത്ഥികളായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഒരു 12:30 സംഭവം ഉണ്ടായിരുന്നത്? അതെ, ഒരു 12:30 കൂടിയായിട്ടാണ് ഇവര് കടലിൽ മിസ്സിംഗ് ആവുന്നത്. ഒരു 12 മണിയോട് കൂടി ഒരു ഇന്നോവ കാറിന് 9 പേരടങ്ങുന്ന സംഘം, അവര് കോയമ്പത്തൂര് രത്നം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരുടെ ലാസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാമൊക്കെ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒന്ന് ട്രിപ്പ് അടിക്കാനായിട്ട് വന്നതാണെന്നാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവരും യമൻ പൗരന്മാരാണ്. അതിൽ 2 പേരാണ് മിസ്സായിട്ടുള്ളത്. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തതാണ് കടലിൽ ഇറങ്ങരുതെന്ന്. പക്ഷേ ഈ യമൻ പൗരന്മാരായതുകൊണ്ട് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം അവർക്ക് യമൻ ഭാഷയാണ് കൂടുതൽ അറിയാവുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ കൂടിയും മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ വരുന്ന സമയത്ത് ഒരാൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെന്നാണ് നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ ഇരുന്ന് അറിയാനായിട്ട് സാധിച്ചത്. 21 22 വയസ്സുള്ള പയ്യന്മാരാണ് മിസ്സായിട്ടുള്ളത്. ഇവർ എല്ലാവരും കുളിക്കാൻ ഇറങ്ങിയിരുന്നു? അതോ ഇവർ 2 പേരാണോ? ഇവരെല്ലാവരും കുളിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു. ബാക്കി 7 പേരും ബാക്കി 7 പേരും തിര വന്നപ്പോൾ കയറുകയാണ് ഉണ്ടായത്. ശക്തമായിട്ടുള്ള കടലാണ്. ഇപ്പോൾ കടലാകെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം. അവിടെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു വിഭാഗം ഇവിടെ എത്തി പരിശോധന നടക്കുന്നുണ്ട്. നേരത്തെ ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററിൽ നിന്നുള്ള ഒരു നിരീക്ഷണവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫയർഫോഴ്സും ഇപ്പോൾ ഇവിടെ എത്തിയുള്ള ഒരു പരിശോധന ഇവർക്ക് വേണ്ടിയുള്ള നടക്കുന്നുണ്ട്. നിരന്തരമായി ഈ പ്രദേശത്ത് ഇതിപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ളവർ പറയുന്നത് ഇതിപ്പോൾ 7ാമത്തെ ആളുകളാണ്. ഈ 2 പേരെയും കൂട്ടി 7ാമത്തെ ആളുകളാണ് ഇത്തരത്തിൽ ഇവിടെ തിരയിൽ പെട്ടുപോകുന്നത് എന്നുള്ള വിവരമാണ് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. വേണ്ട വിധത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ അത് കർശന നിർദ്ദേശം കൊടുക്കാനുള്ള അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ ഭാഷയുടെ ഒരു പ്രശ്നവും മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഷയുടെ പ്രശ്നം കൊണ്ടും കൂടിയാണ് ഇവർക്ക് അത് പറഞ്ഞത് മനസ്സിലാകാതെ പോയത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഈ 2 പേർക്കായിട്ടുള്ള തെരച്ചിൽ ഇവിടെ പുരോഗമിക്കുകയാണ്. കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നേവിയും എല്ലാവരും ഒരുമിച്ചുള്ള ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. 2 യമൻ വിദ്യാർത്ഥികൾക്കായി നടക്കുന്നുണ്ട്. നേവി അടക്കം ഈ തെരച്ചിലിന്റെ ഭാഗമാണ്. കാര്യക്ഷമമായ ഊർജിതമായി തന്നെ തെരച്ചിൽ നടക്കുകയാണ്. വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.